നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും മങ്കടയുടെ MLA-യും സർവോപരി മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവുമായ അഹമ്മദ് കബീർ അവറുകളാണ്. മലയാളിയുടെ മനസ്സ് അവൻ്റെ മതനിരപേക്ഷ നിലപാടിൽ നിന്ന് മാറുമെന്ന് കരുതാൻ മതിയായ കാരണങ്ങളില്ല. എടുത്തു പറയാവുന്നൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. ഇവരെ ഭിന്നിപ്പിക്കാൻ ശ്രമമുണ്ട്. ആ ശ്രമം എന്നോ തുടങ്ങിയതാണ്. സ്വാഭാവികമായും സമ്പത്തിൻ്റെ ഒരു വളർച്ച നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്താറുണ്ട്. സമ്പത്തിന് വേണ്ടിയാണല്ലോ ലോകത്ത് എല്ലായിടത്തും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പർവ്വത സമാനമായ വ്യക്തിത്വമുള്ള ഒരാളുടെ അഭാവമുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ പല ബിന്ദുക്കൾ ചേരുന്നതാണ് ഒരു വര. ഇച്ഛാശക്തിയുള്ള ഒരു ജനത സൃഷ്ടിക്കപ്പെട്ടാൽ വലിയ മാറ്റം ഉണ്ടാവും. ഈ UDF-ൻ്റെ ഒരു ശൈലിയുണ്ട്. അത് R. ശങ്കറിൻ്റെയും കരുണാകരൻ്റെയും ഒരു ശൈലിയാണ് ഞങ്ങളുടെ ശൈലി. അത് നേരിടാനുള്ള ഒരു രാഷ്ട്രീയ കരുത്ത് UDF-നുണ്ട്, ഘടകകക്ഷികൾക്കുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം. നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലെത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടും പുറത്തുള്ള ചൂടും ഒക്കെ കൊണ്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഇലക്ഷൻ നമ്മൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ദേശീയ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ഒരവസ്ഥയിൽ വളരെ വാശിയുള്ള ഒന്നായി മാറാൻ പോകും. ഒരു പ്രചാരണമുണ്ട്, ഒരു ഭാഗത്ത് കാര്യങ്ങളൊക്കെ ഏകപക്ഷീയമാണ് എന്നൊരു പ്രചാരണമുണ്ട്. അത് വസ്തുതാപരമല്ലെന്ന് മാത്രമല്ല, അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ്. എനിക്ക് തോന്നുന്നത് ജനങ്ങൾ വളരെ ഉറച്ച ഒരു നിലപാടെടുക്കുമെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല മത്സരം ഉണ്ടാവും. അതിനുള്ള അരങ്ങ് ഒരുങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലൊക്കെ BJP അത്രയും വലിയ ശക്തിയുള്ളൊരു പാർട്ടിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം ഏതാണ്ട് BJP വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തൃശ്ശൂർ പോലുള്ള സീറ്റുകളിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് മോദി തന്നെ നേരിട്ട് വന്ന് മത്സരിക്കാൻ വേണ്ടിയുള്ള ഗ്രൗണ്ട് ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഈ വർഗീയതയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജാതീയമായ വേർതിരിവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. മലയാളി പൊതുവെ നേടിയെടുത്ത ഒരു സംസ്കാരമുണ്ട്. അത് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിലൂടെ വളർന്നു വന്നു. അതിലേറ്റവും വലിയ സംഭാവന ചെയ്തത് നമ്മുടെ പഴയകാല നേതാക്കളാണ്. അതുകൊണ്ട് മലയാളിയുടെ മനസ്സ് അവൻ്റെ മതനിരപേക്ഷ നിലപാടിൽ നിന്ന് മാറുമെന്ന് കരുതാൻ മതിയായ കാരണങ്ങളില്ല. പക്ഷേ എങ്കിൽ പോലും ചില തലങ്ങളിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അത് സ്വാഭാവികമല്ലേ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇതുവരെയുള്ള വിഷയങ്ങൾ പരിശോധിച്ചാൽ എടുത്തു പറയാവുന്നൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ ചില നിയോജക മണ്ഡലങ്ങളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഊന്നൽ കൊടുക്കാനുള്ള ശ്രമമാണ്. അത് മനസ്സിലാക്കാൻ തൃശ്ശൂർ ജനങ്ങൾക്ക് കഴിയും. നമുക്കറിയാം, കേരളത്തിൽ മറ്റ് സ്റ്റേറ്റ് പോലെയല്ല. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗം വേറെയും മുസ്ലിം വിഭാഗം വേറെയും ഒക്കെ ആയിട്ട് ജീവിക്കുകയും അവർ ഓരോരോ ഏരിയകളിലേക്കൊക്കെ തിരിച്ചു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ പൂർണ്ണമായും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവർക്കങ്ങനെ പ്രത്യേക ജീവിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഹാർമണി തകർക്കാൻ വേണ്ടി അതായത് SDPI പോലുള്ള ചില സംഘടനകളും കേരളത്തിൽ ഇതേപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ ലീഗ് എങ്ങനെയാണ് നേരിടുന്നത്? ഏത് തരത്തിലുള്ള വിഭാഗീയതയും അസ്വീകാര്യമാണ്. പിന്നെ കേരളത്തിൽ കുറച്ചുകൂടെ അയൽപക്ക ബന്ധങ്ങൾ ശക്തമാണ് എന്നുള്ളത് ശരിയാണെങ്കിലും വടക്കേ ഇന്ത്യയിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. അവർ ജോലിസ്ഥലത്ത്, അവരുടെ പണിസ്ഥലത്ത്, അവരുടെ വിദ്യാലയത്തിൽ, കലാലയത്തിൽ, സർവകലാശാലയിൽ അവരൊന്നിച്ചാണ്
ഇവരെ ഭിന്നിപ്പിക്കാൻ ശ്രമമുണ്ട്. ആ ശ്രമം എന്നോ തുടങ്ങിയതാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു 10-15% ആളുകൾ എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന മാറ്റം ചില പ്രാദേശിക സംഘടനകളുമായുള്ള ഐക്യത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായത്, അല്ലാതെ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ധ്രുവീകരണത്തിൻ്റെ ഭാഗമാണെന്ന് കരുതാൻ സമയമായിട്ടില്ല. ആകെയുള്ളത് സമാനമായി ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ഏകോപനം ഫലപ്രദമായി പരിപാടിയുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന വിഷയത്തിൽ മാത്രമാണ് ഒരു ചർച്ച ആവശ്യമുള്ളത്. ഭാഗ്യവശാൽ ആ ദിശയിൽ നിന്ന് BJP വിരുദ്ധ സംഘടനകൾ വളരെ മുന്നിലാണ്. അല്ല, പക്ഷേ ഇത്തരം ഈ ശക്തികൾ വളരാതിരിക്കാൻ വേണ്ടി നേരത്തെ നമുക്കറിയാം, കേരളത്തിന് പുറത്താണെങ്കിൽ മുസ്ലിം ലീഗ് അത്ര ശക്തമല്ല. പക്ഷേ എങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടികൾ വളരെ ശക്തമാവുകയും മുസ്ലിങ്ങൾ വലിയൊരു വിഭാഗം സോഷ്യലിസ്റ്റുകളുടെ പിന്നിൽ അണിനിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യലിസ്റ്റുകളും യഥാർത്ഥത്തിൽ ഈ വർഗീയ പാർട്ടിയുടെ അല്ലെങ്കിൽ വർഗീയ മുന്നണിയുടെ പുറകെയാണ്. ഇതിനെങ്ങനെ അതിജീവിക്കും? അത് ശരിയല്ല, തെറ്റായ ഒരു വിലയിരുത്തൽ. അതായത് ഇപ്പോൾ സോഷ്യലിസ്റ്റ് ചായ്വുള്ള നേതാക്കന്മാർ, ഒന്ന് നവീൻ പട്നായിക്, അദ്ദേഹം ഏറെക്കുറെ സ്വതന്ത്ര നിലപാടാണ്. 2 സിദ്ധരാമയ്യ, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗത്താണ്. ലാലു പ്രസാദ് യാദവ്, അദ്ദേഹം ഉറച്ച നിലപാടുള്ള ആളാണ്. പിന്നെ മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവ്. ആ പറഞ്ഞത് ശരിയല്ല. ആകപ്പാടെ ഒരു നിതീഷ് കുമാറിനെ ദേവഗൗഡയുണ്ട്. കർണാടകയിൽ എങ്ങനെയാണ് ആ വിഷയമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം അവർ ഒന്നിച്ചു നിൽക്കുന്നില്ല എന്ന വിഷയമുണ്ടെങ്കിലും അവരുടെ നിലപാട് വ്യക്തമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പം ഒരുമിച്ച് നിൽക്കേണ്ട ചില സംഘടനകൾ, നേരത്തെ പറഞ്ഞ പോലെയുള്ള സോഷ്യലിസ്റ്റ് സംഘടനകളായാലും മറ്റ് ചില സംഘടനകളായാലും ഒന്നിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ഈ ശരിക്കും പല നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ ഇലക്ഷനിലും കൂടി മോദി വലിയ ശക്തിയായി മാറുകയാണെങ്കിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ഭാവിയിൽ ഇല്ലാതെ വന്നേക്കാം. അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ശരി, നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം എന്താ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആരാണ് രംഗത്ത് വന്നത്? ഈ നാട്ടിലെ സാധാരണ ജനങ്ങളാണ്. അതൊക്കെ ഒരു എന്താ പറയുക, ദുഷ്പ്രചാരണം. ഇപ്പം കർഷക സമരം നടക്കുന്നു, ആരത് നടത്തുന്നു? ഏതാണ്ട് അടിയന്തരാവസ്ഥയെ പോലെ തന്നെയാണ്. അപ്പോൾ അത് കർഷക സമരം നടത്തുന്നത് സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളുമാണ്. ഇന്ത്യയുടെ മനസ്സ് അങ്ങനെ ഒറ്റയടിക്ക് ആർക്കും മാറ്റാൻ കഴിയും. അങ്ങനെ ഒരു പ്രചാരണം ശക്തമായി നടത്താൻ നിർഭാഗ്യവശാൽ ചില കേന്ദ്രങ്ങൾ ദുരുപദിഷ്ടമായി സ്ഥിരമായി ശ്രമിക്കുന്നു. അത് സത്യമാണ്. ഇന്ത്യൻ്റെ ചരിത്രം തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ നേതൃത്വവും നെഹ്റുവെ പോലുള്ള വലിയ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള നേതാക്കന്മാരുടെയൊക്കെ പിന്നണിയിലായിരുന്നു. പക്ഷേ ഇന്നത് ശോഷിച്ച് ദേശീയതലത്തിൽ കോൺഗ്രസ് വലിയ ഒരു ശക്തി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഇപ്പം നമ്മൾ ലോകം മുഴുവൻ എടുക്കുക. ജെഫേഴ്സന്റെ നാടാണ് ഇന്നത്തെ അമേരിക്ക? അല്ല. വാഷിങ്ടന്റെ നാടാണ് ഇന്ന് അമേരിക്ക? അല്ലല്ലോ. അമേരിക്കയിൽ എല്ലാ രാജ്യങ്ങളും ഈ മാറ്റമുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ വമ്പിച്ച സാമ്പത്തിക വളർച്ച. ഈ സാമ്പത്തിക വളർച്ച വന്നപ്പോൾ സാധാരണ ജനങ്ങൾ, ഇപ്പം നമ്മുടെ കേരളം എടുക്കുക, വളരെ സാധാരണ ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു, മിഡിൽ ക്ലാസ്സിൻ്റെ എണ്ണം കൂടുകയാണ്. ഇത് ഏറെക്കുറെ ഇതേ അളവിലല്ലെങ്കിലും അവിടെയും മാറ്റമുണ്ട്. സ്വാഭാവികമായും സമ്പത്തിൻ്റെ ഒരു വളർച്ച നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്താറുണ്ട്. സമ്പത്തിന് വേണ്ടിയാണല്ലോ ലോകത്ത് എല്ലായിടത്തും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എടുക്കുക, സമരാജ്ഞി നടക്കുന്നു. എന്തൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പരിപാടിയാണ്. ഞാനിപ്പോൾ കോഴിക്കോട് മുതൽ ഏതാണ്ട് കായംകുളം വരെ ഈ ജാഥയുടെ യാദർച്ഛികമായി മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നു. എന്തൊരു പ്രചാരണമാണ്! ഈ 2 പേരുടെ മുഖം, സുധാകരൻ്റെയും സതീശൻ്റെയും മുഖം വളരെ വിദൂരമായ ഗ്രാമങ്ങളിൽ പോലും സജീവമായിരിക്കും. അതല്ല വിഷയം. VM സുധീരനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, കെ മുരളീധരനെ പോലെ മുതിർന്ന നേതാക്കളെല്ലാം ഇതിൻ്റെ ഭാഗമായി മാറി. ചെറുപ്പക്കാരാണെങ്കിൽ ഇപ്പോൾ വിഷ്ണുനാഥ് അടക്കമുള്ള ചെറുപ്പക്കാർ എത്ര സജീവമായിട്ട് രംഗത്തുള്ളത്. അപ്പോൾ ഈ പറയുന്നത് ശരിയല്ല. സംഗതി ശരിയാണ്. പിന്നെ ഒരു നെഹ്റു വീണ്ടും ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധിക്കാനാവില്ല. അത് സംഭവിക്കുന്നതാണ്. സോഷ്യലിസ്റ്റ് ലോഹിയെ പോലെ ഒരാൾ
ഉണ്ടാവണമെന്നില്ല. ജയപ്രകാശ് നാരായണനെ പോലെ. അതുകൊണ്ട് ഒരു കാർബൺ കോപ്പി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശേഷിയുള്ള പുതിയ നേതൃത്വം ഉണ്ടാവും. അത് വളർന്നു വരുന്നതെന്നാണ് ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയടക്കം, ഇപ്പോൾ രണ്ടാമത്തെ യാത്രയടക്കം തെളിയിക്കുന്നത്. ഒരു ശ്രമമാണ്. ജനങ്ങളെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് പരീക്ഷണമാണ്. അതെ. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ 28 പാർട്ടികളുടെ ഒരു ഏകോപനമാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുള്ളത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടത്ര കെട്ടുറപ്പില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന പലതരത്തിലുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. ഇത് ഇപ്പം നിതീഷിനെ പോലെ ആളുകൾ പിന്നീട് കൊഴിഞ്ഞു പോവുകയും ചിലപ്പോൾ ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ച് സീറ്റ് വിഭജന ചർച്ചയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് പലരും ഉദ്ദേശിക്കുന്ന സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. അപ്പോൾ ഇത്രയും കെട്ടുറപ്പില്ലാത്ത ഒരു മുന്നണിയായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് മോദിയെ യഥാർത്ഥത്തിൽ ശക്തനായ മോദി എങ്ങനെയാണ് നേരിടുക? കെട്ടുറപ്പുള്ളൊരു മുന്നണി ഉണ്ടാക്കാനാണ് ശ്രമം. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഏറ്റവും ജനങ്ങൾ അധികമുള്ള സംസ്ഥാനങ്ങൾ UP-യിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഐക്യമായി. അത് നിസ്സാര കാര്യമല്ല. ബീഹാറിൽ നിതീഷ് കുമാർ മാറിയെന്ന സത്യമാണെങ്കിലും തേജസ്വി യാദവ് വളരെ സജീവമായ രംഗത്തുണ്ട്. അവിടെ കോൺഗ്രസ് ഉണ്ട്, മറ്റു പാർട്ടികളുണ്ട്. ബംഗാൾ, അവിടെ മമതാ ബാനർജി വളരെ സജീവമായ രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയുള്ള സീറ്റ് വിഭജനം പഞ്ചാബും പിന്നെ ഡൽഹിയിലും ഈ ദുഷ്പ്രചാരണം നമ്മൾ മുഖവിലേക്ക് എടുക്കരുത്. അല്ല, പക്ഷേ എങ്കിൽ പോലും മോദി പ്രതീക്ഷിക്കുന്നത് ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് ആയിരിക്കും തന്നെയാണ്. അത് തന്നെ എല്ലാ ഏകാധിപതികളുടെയും ഒരു സ്വപ്നമാണത്. പക്ഷേ അത്തരം സ്വപ്നങ്ങൾ നിലനിന്നിട്ടില്ല. ഹിറ്റ്ലർ എവിടെ? മുസോളിനി എവിടെ? അവരൊന്നും ഇല്ല. അവരൊക്കെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പരാജയം നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ ഏകാധിപത്യ പ്രവണതയുള്ള പ്രത്യയശാസ്ത്രങ്ങളും അതിൻ്റെ നേതാക്കളും ഒരു അത്ഭുതമല്ല. പ്രാചീന ചരിത്രം പരിശോധിച്ച് നമുക്കതറിയാം. എല്ലാ സർക്കാരുകളും വികസനം പറഞ്ഞിട്ടായിരുന്നു എല്ലാ കാലത്തും ഇലക്ഷനെ നേരിട്ടിരുന്നത്. പക്ഷേ മോദി അങ്ങനെയല്ല ചെയ്യുന്നത്. അദ്ദേഹം തനി വർഗീയം പറഞ്ഞിട്ടാണ്, വിശ്വാസികളെയാണ് അദ്ദേഹം ഇളക്കി വിടുന്നത്. ഇവിടെ അരി തരും എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾ അമ്പലം പണിയും എന്നാണ് പറഞ്ഞിട്ടാണ് ജനങ്ങളെ വയ്ക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ദൗർബല്യമാണത്. അതായത് ഇവിടെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും വൈകാരിക വിഷയങ്ങൾ വന്നാൽ ചിലപ്പോഴൊക്കെ ജനങ്ങൾക്ക് മറക്കും. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഈ കോവിഡിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. അത് ശാശ്വതമായി നിലനിൽക്കുമെന്ന് കരുതുന്ന RSSൻ്റെ നയമാണ് പരാജയപ്പെടാൻ പോകുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇല്ല, എന്താ അറിയോ, ഇത് എന്ത് പറഞ്ഞാലും അവിടെ ബോംബെയിൽ കഴിഞ്ഞ ദിവസം പൂനെ നടന്ന ഒരു റാലി എല്ലാവരും ശ്രദ്ധിച്ചാണല്ലോ. ഇപ്പം ഈ കർഷകരുടെ റാലി ജനങ്ങൾ രംഗത്തുണ്ട്. ഒരു ജയപ്രകാശിനെ പോലെ പർവ്വത സമാനമായ വ്യക്തിത്വമുള്ള ഒരാളുടെ അഭാവമുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ പല ബന്ധുക്കൾ ചേരുന്നതാണ് ഒരു വര. ഒരാളില്ലെങ്കിലും പലരുണ്ട്. അല്ല, പക്ഷെ കോൺഗ്രസിലും അങ്ങനെ നമുക്ക് ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരാളില്ല എന്നുള്ളത് വലിയ വിഷയമില്ല എന്ന് പറയാമോ? ഇപ്പോൾ രാഹുൽ കടന്നു വന്ന വഴികളിൽ അദ്ദേഹം ഒരു ഭാരത് ജോഡോ നടത്തിയെന്നല്ലാതെ നമുക്ക് അദ്ദേഹത്തിൽ വലിയ രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പോൾ കാർഗെ വന്നപ്പോൾ തുടക്കത്തിൽ എന്താ പറഞ്ഞു? പക്ഷെ കാർഗെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലേ? അല്ല, ഖാർഗെ വളരെ എത്രയോ വർഷങ്ങളായിട്ട് ഒരു മുതിർന്ന നേതാവ് എന്ന നിലക്ക് അദ്ദേഹം കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ വിജയശില്പികൾ ഒരാളായി മാറി. പിന്നെ അദ്ദേഹം എല്ലായിടത്തും ഓടിയെത്തുന്നു. ഇപ്പോൾ തന്നെ UP-യിൽ ഒരു ഐക്യം ഉണ്ടാവില്ല എന്ന് എല്ലാവരും കരുതിയ സമയത്ത് ആരൊക്കെ ഇടപെട്ടല്ലോ, പ്രിയങ്ക അടക്കം. അപ്പോൾ ഒരു നേതാവിൻ്റെ അഭാവം എന്ന് പറഞ്ഞാലും ഇവിടെ കുറേ ആളുകൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ നോക്കി, കേരളത്തിൽ 9 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് വലിയ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ തിരിച്ചു വരില്ല എന്നുള്ളതല്ല, പക്ഷെ എങ്കിൽ പോലും ഈ പാർട്ടികളുടെ നേതൃത്വത്തിൽ അന്ന് പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്നതില്ല എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. നമ്മൾ നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ. ചെറുപ്പക്കാർ വളർന്നു വരുന്നു എന്നല്ല നമ്മൾ കാണേണ്ടത്. ഇപ്പം അഖിലേഷ് ആണെങ്കിലും തേജസ്വി ആണെങ്കിലും സീനിയേഴ്സ് വേണം. സീനിയേഴ്സ് ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ. പക്ഷേ ഒരു പുതിയ തലമുറ ഈ ജോലി ഏറ്റെടുക്കുന്നു. സ്വാഭാവികമായും ഒരു ആരംഭത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവരത് മാനേജ് ചെയ്യല്ലേ.
നമ്മൾ അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടാൽ എന്താ കുഴപ്പം? നമ്മൾ ആ പരീക്ഷണങ്ങൾ സക്സസ് ആയില്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാവുന്ന തിരിച്ചടിയെ കുറിച്ചാണ് നമ്മൾ. തെരഞ്ഞെടുപ്പ് ജയവും വിജയവും വളരെ പ്രധാനമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ജനങ്ങൾക്ക് ഇക്കുറി ഒരു ഭരണമാറ്റം അന്വേഷണീയമാണ് ഈ രാജ്യത്ത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ നടക്കുന്ന അഭിപ്രായ രൂപീകരണം നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് സിവിൽ ഗ്രൂപ്പ്സ് ഇന്ന് രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ, അവർ BJP ഉയർത്തുന്ന ഭീഷണിയുടെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യം ഈ ദേശീയോദ്ഗ്രഥ പ്രവർത്തനങ്ങളിൽ വിജയിച്ചു വരികയാണ്. നമ്മളൊരു നാട്ടുരാജ്യങ്ങളും വിവിധ ജാതി മതസ്ഥരുമായി ജീവിച്ച ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി ഉദ്ഗ്രഥനമാണ്, രാഷ്ട്ര നിർമ്മാണമാണ്. 2 ജോലികളാണ് ആവശ്യം. ഒന്ന് രാഷ്ട്ര നിർമ്മാണം, 2 ദേശീയ ഉദ്ഗ്രഥനം. ഈ 2 ജോലികളും ഫലപ്രദമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. ഏറ്റവും ഒടുവിൽ വിവരാവകാശ നിയമവും വിദ്യാഭ്യാസ അവകാശവും അടക്കം ഈ നിയമനിർമ്മാണത്തിൻ്റെ വഴികൾ നാൾ വഴി നോക്കിയാൽ പതുക്കെ ആണെങ്കിലും വന്നു നിന്നത് ഈ ഉയർന്ന സ്ഥാനത്താണ്. അവിടെ നിന്നാണ് RSS നമ്മളെ താഴോട്ട് കൊണ്ടുപോകും. ഇപ്പം നമുക്കറിയാം, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും വലിയ സംഭവം, അതായത് ബിൽക്കിസ് ബാനു എന്ന ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ ആക്രമിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ കൊന്ന് ഇവരെ ഏതാണ്ട് കൊന്നു എന്നുള്ള രീതിയിൽ വീക്ഷിച്ച് അവർ നടത്തിയ വലിയ പോരാട്ടവും അതിലുണ്ടായ വിധിയൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടാണ്. ഇതേ സമയത്താണ് മോദി പറയുന്നത് ഞാൻ സ്ത്രീകളുടെ സംരക്ഷകനാണ്. ഇത്തരം വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് വീഴ്ച വന്നില്ല എന്നുള്ള ചോദ്യം. ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നറിയോ, ഞങ്ങൾക്ക് താഴെ പോകുന്ന ആളുകളാണ്. ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഉദാഹരണത്തിന് നിയമനിർമ്മാണം നടത്തി, പാർലമെൻറ്റിലെ പ്രാതിനിധ്യം, നിയമസഭ അത് നടപ്പിലാക്കുന്നില്ല. അപ്പം ഈ മുദ്രാവാക്യങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുന്നു. ഒരു പ്രധാനമന്ത്രി രാത്രി 8 മണിക്ക് രാജ്യത്തോട് പ്രഖ്യാപിക്കുക, 12 മണിക്ക് ഈ നോട്ട് റദ്ദ് അവസാദമായി. ഇതെന്തൊരു, എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം അധികാരത്തിൽ വന്നു നമ്മൾ കാണേണ്ടത്. ഈ കോവിഡും അങ്ങനെയാണ്. ഒരു രാത്രി ഇങ്ങനെ വന്നിട്ട് പറയാണ് ഞങ്ങൾ 12 മണി മുതൽ ഇത് അടക്കാണ്. ഈ രാജ്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇതിൻ്റെ ഒരു വൈവിധ്യം അദ്ദേഹം ഉൾക്കൊണ്ടിട്ടേയില്ല. എൻ്റെ പണം എൻ്റെ ബാങ്കിൽ നിന്ന് എടുക്കാൻ ഞാൻ പോലീസിൻ്റെ ലാത്തി കൊള്ളുക എന്ന് പറയുന്ന ഒരു ഇടപാട്, എന്തൊരു അത്ര ഇമ്മച്ചുറായ ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിർഭാഗ്യവശാൽ ആദ്യം പറഞ്ഞ പോലെ വർഗീയതയും ജാതീയതയും കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയും. കുറെ കൊല്ലായില്ലേ, 10 വർഷം. 10 വർഷമാവും. ജനങ്ങൾ നോക്കും ഏത് കാപട്യം തിരിച്ചറിയേണ്ട ടൈം. അതാണ്, ഒരു കുറച്ച് കാലം മാത്രമേ കഴിയൂ. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസിന്റെ നേതാവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ അപകടമല്ലേ ശരിക്കും? വലിയ തരത്തിലുള്ള ഏകോപനം ഉണ്ടാക്കേണ്ട നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇപ്പോഴും ഭാരത് ജോഡോ യാത്ര നടന്നുകൊണ്ട്, ന്യായ യാത്ര എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതാണ്ട് യാത്ര അവസാനിക്കുമ്പോഴേക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിലും അവിടെ ഞാൻ അതിനെ കാണുന്ന വേറെ രീതിയിലാണ്. ഒരു നേതാവ് നടന്നാലും ഈ ജോലി ചെയ്യാൻ വേറെ ആളുണ്ടെന്ന് ആത്മവിശ്വാസം. അവിടെ എല്ലാം ഒരാളിൽ കേന്ദ്രീകൃതമാണ്. അവിടെ എല്ലാം RSS കേന്ദ്രീകൃതമാണ്. ഇവിടെ അതല്ല. ഒരാൾ പറയാണ് ഞാൻ ജനങ്ങളുടെ അടുക്കലേക്ക് പോകും, പക്ഷേ എൻ്റെ പാർട്ടിക്കാരെ നോക്കാൻ മുതിർന്ന പല നേതാക്കളും കോൺഗ്രസുമായി ബന്ധം വിച്ഛേദിച്ചെങ്കിലും ഞങ്ങൾക്കുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ സംവിധാനം ചെയ്യുമെന്ന് പറയുന്നത് അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു രാഷ്ട്രീയ മാനമുണ്ട്. ഇച്ഛാശക്തിയുള്ള ഒരു ജനത സൃഷ്ടിക്കപ്പെട്ടാൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടി ഇത് വായിച്ച് എല്ലാം നെഗറ്റീവായി കാണുന്നതിന് പകരം വിമർശിക്കാൻ എളുപ്പമാണ്. പക്ഷേ കഴിയുന്നത്ര വിമർശനങ്ങൾ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഇപ്പം നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടായതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് CPM. ഇത്തവണ CPM രംഗത്തിറക്കിയിരിക്കുന്ന, അല്ലെ CPM ആയാലും CPI ആയാലും രംഗത്തിറക്കുന്ന, LDF മൊത്തത്തിൽ രംഗത്തിറങ്ങിയിരിക്കുന്ന എല്ലാ മുതിർന്ന നേതാക്കളെയാണ്. ശക്തരെ നിർത്തി ഭരണം ഇതിൽ കൂടുതൽ സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവർ നീങ്ങുന്നത്. ഒറ്റ യൂത്ത് നേതാവിനെയും അവതരിപ്പിക്കാതെ എല്ലാം മുതിർന്ന നേതാക്കന്മാരെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവരിപ്പോൾ കാഴ്ചവെക്കുന്നത്. എങ്ങനെയാണ് ഈ ഇലക്ഷനിലെ റിസൾട്ടിനെ അത് ബാധിക്കാതെ?
കേരളത്തിൻ്റെ ഇപ്പോൾ എനിക്കൊരു കാര്യം നിർബന്ധമാണ്, ജനവിധി ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ജനങ്ങൾക്ക് അവളുടെ അധികാരമാണ്. പക്ഷെ കേരളത്തിൽ വിധി മറിച്ചൊന്നും ആവില്ല. അത് UDF അനുകൂലമായിരിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ പിന്നെ UDF ഒന്നും പറയാനിപ്പോൾ ഇല്ല. ഒരു നല്ല നേതൃത്വം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VM സുധീരനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ, സുധാകരനും സതീശനും ഒരു ഭാഗത്ത്, ചെറുപ്പക്കാർ വേറെ, പിന്നെ മറ്റു പാർട്ടിയുടെ നേതാക്കന്മാർ സജീവമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ UDF അനുകൂലമായിരിക്കും കാര്യങ്ങൾ. പിന്നെ UDF MPമാരെല്ലാം ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും, ഇപ്പോൾ എത്ര വിമർശനം തന്നാലും UDF എല്ലാ MPമാരും അവരവരുടെ മണ്ഡലങ്ങളിലും പാർലമെൻറ്റിലും അവരെ കൊണ്ടാവുന്ന പരമാവധി പ്രവർത്തിച്ചിരുന്ന കാര്യം ആരും ഒരു സംശയവും പറയും. എല്ലാവരും ഒരുപോലെ. നോക്കൂ, CPM രംഗത്തിറക്കിയിരിക്കുന്നു. ഇപ്പോൾ വടകരയിൽ K മുരളീധരനെ നേരിടാൻ വേണ്ടിയിട്ട് CPM തന്നെ ഏറ്റവും ജനപിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്ന KK ശൈലജ, മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജയാണ് മന്ത്രി. ആലത്തൂരിൽ നോക്കൂ, രമ്യ ഹരിദാസിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നത് ആരുടെയാണ്? മന്ത്രിയാണ് രാധാകൃഷ്ണനാണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള, ഇപ്പോൾ മുൻ മന്ത്രി രവീന്ദ്രനാഥ് നമ്മുടെ അടുത്ത ചാലക്കുടിയിൽ മത്സരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ നേതാക്കന്മാരെ. ശരിയാണ്. ആ ഒരു പരമാവധി പിന്നെ അതിനകത്ത് ഒരു സന്ദേശമുണ്ട്. UDF നേരിടാൻ CPM വീർക്കുന്നു എന്നാണ് അർത്ഥം. UDF ജനപിന്തുണയെയും UDF MPമാരുടെ സ്വീകാര്യതയും മറികടക്കാൻ അവർക്ക് ഇത്രയും തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഇത് ജനാധിപത്യമാണ്, അവർ മത്സരിക്കട്ടെ. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, മുന്നണിക്കൊരു വോട്ട്. ഈ പലരും തെറ്റിദ്ധാരണ എന്താ അറിയാമോ, പാർട്ടിക്കാണ് വോട്ട്. ശരിയാണ്, പാർട്ടിക്ക് വോട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മുന്നണിക്കൊരു വോട്ടുണ്ട്. ഇക്കുറി മുന്നണിക്കുള്ള വോട്ട് ആർക്കാണ്? അത് UDF അതാണ് വിഷയം. പാർട്ടിയുടെ വോട്ട് അവർക്ക് കിട്ടും, അത് പണ്ടും കിട്ടും, അത് ആരാണെന്ന് കിട്ടും. പക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ പഠിച്ചിടത്തോളം ഈ പാർട്ടിക്ക് പുറത്ത് മുന്നണിക്കൊരു വോട്ട്. ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഈ ഒരു മത്സരിക്കുന്ന ശക്തികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു ഭാഗത്ത്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മുന്നണി, അതാണ് UDF, LDF CPM നേതൃത്വത്തിലുള്ള ഒരു മുന്നണി. പക്ഷെ ഇവർ എങ്ങനെ മത്സരിച്ച് ചെല്ലുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഒറ്റ മുന്നണിയാണ്. അതെ, ഇവിടെ രണ്ട് മുന്നണിയായി മത്സരിക്കുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഒറ്റ മുന്നണിയാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യം ഇപ്പൊ ദേശീയ തലത്തിൽ മോദി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ശക്തിയായി മാറുക എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു സൗഹൃദ മത്സരം നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗ് 2ാം സീറ്റ് 3ാമത്തെ സീറ്റ് വേണമെന്ന് പറയും. യഥാർത്ഥത്തിൽ 3 സീറ്റ് ആവശ്യമില്ലല്ലോ. കാരണം മോദിയെ എതിർക്കാൻ വേണ്ടി ഇവിടുന്ന് UDF ആയാലും LDF ആയാലും ആര് ജയിച്ചു പോയാലും അവിടെ ഒരേപോലെയാണ്. അപ്പോൾ ഇതിന് എന്ത് പ്രസക്തിയാണ് ഉള്ളതാണ്? ദേശീയ തലത്തിൽ അതിന് പ്രസക്തി ഇല്ലല്ലോ. അതല്ല, അതൊരു പ്രചാരണം ഇങ്ങനെ വരും. പക്ഷേ അത് നമ്മുടെ കേരളത്തിലെ സംസ്കാരമാണ്. നമ്മുടെ നിയമസഭ പാസ്സാക്കുന്ന പ്രമേയങ്ങൾ നോക്കിയാൽ അത് നമ്മുടെ ഒരു മനസ്സാണ്, അത് മലയാളിയുടെ മനസ്സാണ്. ആ മനസ്സ് നമ്മളുണ്ടാക്കിയത് മാത്രമല്ല, നമ്മുടെ മുൻഗാമികൾ നമുക്ക് അനന്തരം തന്ന. അത് പിന്നെ ഇങ്ങനെ വായിക്കരുത്. അത് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അത് നമുക്ക് എപ്പോഴും ഒന്നായിട്ടേ ആലോചിക്കാൻ പറ്റും. പിന്നെ ലീഗിൻ്റെ 3ാം സീറ്റാണ്. ഞാൻ കഴിഞ്ഞൊരു 2 ആഴ്ചക്കിലൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് ലെവലിലാണ് തിരഞ്ഞെടുക്കുക എനിക്ക് ശരിക്കും അറിയില്ല. എന്തായാലും പാർട്ടി മുന്നണിക്ക് ഗുണകരമായ നിലപാട് എടുക്കും. ലീഗിൻ്റെ ഒരു സംസ്കാരം, സംഘടനയുടെ ഒരു നിലപാടുണ്ട്, അത് ഈ മുന്നണി സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പിന്നെ ലീഗിന് കൂടുതൽ സീറ്റ് വേണമെന്ന് പ്രവർത്തകർ ആഗ്രഹിക്കും. സ്വാഭാവികമായ നേതാക്കന്മാർ അതിനുവേണ്ടി നിലകൊള്ളും. അതൊരു ചർച്ചയാക്കാതെ പരിഹരിക്കേണ്ടതായിരുന്നു എന്ന് മാത്രം. ഈ താങ്കൾ പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ MSF വന്നതാണ്. പിന്നീട് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു. അതിനുശേഷം പിന്നെ STUവിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഘാടകനായിരുന്നു. അങ്ങനെ പിന്നീട് ലീഗിൻ്റെ തന്നെ ട്രഷറായിരുന്നു. പിന്നീട് സെക്രട്ടറിയായി, ഇപ്പം ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ലീഗിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. പക്ഷേ ആ രീതിയിൽ ഒരു പൊതുരംഗത്ത് അത്രത്തോളം അങ്ങോട്ട് വളർന്നു കണ്ടില്ല. എന്താണ് സംഭവിച്ചത്? അങ്ങനെ വിചാരിക്കണ്ട. ഈ പാർലമെൻ്ററി പ്രാതിനിധ്യമാണ് അംഗീകാരമെന്ന് തെറ്റിദ്ധാരണ ഒഴിവാക്കുക. നമുക്ക് എന്തെങ്കിലും ആരോഗ്യമുള്ള കാലത്തോളം എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് പരിശോധിക്കുക. അത് ചെയ്തിട്ടുണ്ടോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ മറ്റ് പാർലമെൻ്ററി പ്രാതിനിധ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതൊരു വിഷയമായി ഞാൻ കണക്കാക്കുന്നില്ല.
ഈ മങ്കട എന്ന് മാറിയപ്പോൾ കളമശ്ശേരിയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു പ്രചരണം കളമശ്ശേരിയിൽ UDFന്റെ സീറ്റ് നഷ്ടപ്പെടാൻ കാരണമായി എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം വലിയ ആരോപണം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നു? പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സമയം കളയുന്നു. അതായത് മങ്കടയിൽ നിന്ന് പിന്നെ ഒഴിവായപ്പോൾ കളമശ്ശേരി അങ്ങനത്തെ വിഷയം ഉദിക്കുന്നില്ല. ഈ സാധാരണ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കാണെങ്കിൽ പോലും കേരളത്തിലെ രാഷ്ട്രീയവും കൂടി അല്ലെങ്കിൽ കേരളത്തിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങൾ കൂടി വോട്ടർമാരിൽ ഉണ്ടാവാറുണ്ട്. ഈ വർഷം അല്ല ഈ തവണത്തെ, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നിരവധിയായ അഴിമതി ആരോപണങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി വരികയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കപ്പെട്ട ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മുന്നണിയായി മാറിയിരിക്കുകയാണ് LDF. ഈ ഇത്തരത്തിലുള്ള അഴിമതി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്. പിന്നെ നിയമസഭയിൽ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനമാണ് UDFന്റെ MLA മാർ നിർവഹിച്ചിട്ടുള്ളത്. പുറത്തും ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെന്താ അറിയോ, ഈ UDFന്റെ ഒരു ശൈലിയുണ്ട്. അത് ആർ ശങ്കറിൻ്റെയും കരുണാകരൻ്റെ ഒരു ശൈലിയാണ് ഞങ്ങളുടെ ശൈലി. ഞങ്ങളുടെ നേതാക്കന്മാർ അവരാണ്, ഞങ്ങളുടെ മോഡൽ അവരാണ്. CH, ആർ ശങ്കർ, കരുണാകരൻ, CH. അവരൊന്നും ഇങ്ങനെ ഈ അന്ധമായ അങ്ങനെ ഒരു സമരം നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യം അനുസരിച്ച് UDF ഒരു മാന്യമായ രാഷ്ട്രീയം നടത്തുന്ന ഒരു നീക്കമാണ്. അത് ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ സാധാരണ ഈ എന്തെങ്കിലും മുന്നണിയിൽ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ പെട്ടെന്ന് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് കരുണാകരൻ്റെ കാലത്ത് കരുണാകരൻ ഉണ്ടായിരുന്നു, പിന്നീട് ഉമ്മൻചാണ്ടി ആ കൃത്യം നിർവഹിച്ചിരുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു നേതാവ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും. അല്ല, പക്ഷെ ഒരു ക്രൈസിസ് മാനേജർ ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഇങ്ങനെ പഠിച്ചപ്പോൾ സുധീരൻ നടത്തിയ ഒരു ഇടപെടൽ വളരെ എഫക്റ്റീവായിരുന്നു. നമ്മളെല്ലാം ശ്രദ്ധിച്ചല്ലേ. അപ്പോൾ പരിഹരിക്കപ്പെടും. ഇപ്പോൾ വയലാർ രവി വയ്യാതായി, ആന്റണി പ്രായമായി. അപ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടി നമ്മളിവിടെ ഇല്ല, കരുണാകരൻ നമ്മളിവിടെ ഇല്ല. പക്ഷേ ഇത് അവർക്ക് അവസരം കിട്ടിയാൽ, ഇപ്പം ഈ സമരാഗ്നി തന്നെ അതിന് ഉദാഹരണം. ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നാണ് ഞാനതിൽ കാണുന്നത്. നേതൃവൈഭവം മാത്രമല്ല, ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം വിദൂരമായ ഗ്രാമങ്ങളിലും നഗരപ്രാന്തങ്ങളിലും ഒരുപോലെ സംഭവിച്ചിരിക്കും. ഈ കോഴിക്കോട് മുതൽ കായംകുളം വരെ സഞ്ചരിച്ച എല്ലാ ദിശകളും മനഃപൂർവ്വം തിരിച്ചു പോയ MC റോഡ് വഴി വന്നു. അടങ്ങുന്നെല്ലാം ഒരേ രീതിയിലാണ്. അപ്പം അത് കുറവ്. ഇപ്പം നമ്മുടെ വീട്ടിൽ കാരണവർ മരിച്ചാൽ കുറച്ച് കാലം ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അത് പരിഹരിച്ചില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കാലം ഭരണത്തിലില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അപ്പം അത് ലീഗിന്റെ അണികളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിനെ വലിയ രീതിയിൽ മുതലെടുക്കാൻ വേണ്ടി CPM വലിയ രീതിയിലുള്ള പ്രചരണ വേലകൾ നടത്തുന്നുണ്ട്. അതൊക്കെ വീണു പോകുന്നുണ്ട്. ഞങ്ങളുടെ സംഘടന ഒരിക്കലും അത് ഉണ്ടാവില്ല. എന്താ അറിയോ, ഈ അധികാരത്തിന് വേണ്ടി രൂപീകൃതമായതല്ല ഈ സംഘടന. അല്ല, അതുകൊണ്ട് ആ ഒരു വിഷയം ഉദിക്കുന്നില്ല. നിങ്ങൾ ഏത് ഗ്രാമത്തിൽ പോയി ഒരു പ്രവർത്തകനെ നോക്കി വെച്ചോ, അവൻ്റെ ലക്ഷ്യം നമ്മുടെ ഒരു അഭിമാനകരമായ ജീവിതം എന്നുള്ളത്. അതേസമയം ഇങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ സംഘടന എന്തായാലും, അത് മാത്രമല്ല ഞങ്ങൾ കവർ ചെയ്തു. ഇപ്പോൾ വർഷം എത്രയായി? 2 വർഷം കഴിഞ്ഞില്ലേ? അത് 8 വർഷമാകുമ്പോൾ. അതെ. അപ്പോൾ ഇത്രയും കാലം ഇനി ആകെ 2-2.5 കൊല്ലത്തെ പ്രശ്നമാണ്. അത് നേരിടാനുള്ള ഒരു രാഷ്ട്രീയ കരുത്ത് UDFനുണ്ട്, ഘടകകക്ഷികൾക്കുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം UDF. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ നേതൃത്വം വരുന്ന സമയത്ത് ആരും അറച്ചു നിൽക്കരുത് എന്ന് അവരുടെ മനസാക്ഷി അവരോട് പറയും. എനിക്ക് തോന്നുന്നത് UDFന് ഒരു പക്ഷേ അഭൂതപൂർവമായ വിജയം ഉണ്ടാവാനാണ് കേരളത്തിൽ സാധ്യത. 19 സീറ്റ് കിട്ടി. അതെ അതെ, ഒരു സീറ്റ് സാങ്കേതികമായി പോയതാണ്, അല്ലെങ്കിൽ 20 സീറ്റിലേക്ക് പോയി നിന്നേനെ. നമ്മളെന്നാലും ജനാധിപത്യത്തിൽ പിന്നെ ജയിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും കൊടുക്കാനും എടുക്കാനും പഠിക്കണം. അതാണ് അതിൻ്റെ ഒരു ജനാധിപത്യ മര്യാദ. ദീർഘകാലമായി ഏതാണ്ട് 50 വർഷത്തോളമായിട്ട് പൊതുരംഗത്ത് വളരെ സജീവമായിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് ഉള്ള എങ്ങനെയാണ് കേരളത്തിലുണ്ടായ ഈ രാഷ്ട്രീയ മാറ്റത്തെ എങ്ങനെയാണ് വ്യക്തിപരമായി വിലയിരുത്തുന്നത്? വർഗീയമായതാണോ? പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ CH മുഖ്യമന്ത്രി ആവാൻ പറ്റുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതില്ല.
അങ്ങനെ പറയരുത്. നിങ്ങൾ ഈ ക്യാമ്പസിൽ പോയാലേ ഇത് വിഷയം മനസ്സിലാവും. നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കോളേജ് ക്യാമ്പസിൽ പോകും. ചെറുപ്പക്കാരുമായി വെറുതെ അവരുടെ തോളെ കൈയിട്ടിട്ട് അവരുടെ മനസ്സൊന്നും മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞത് നാളെ CH മുഖ്യമന്ത്രി ആവണം, ആന്റണി മുഖ്യമന്ത്രി ആവണം അർത്ഥത്തിലല്ല. അല്ല, നമ്മുടെ UDF-ന്റെ സംസ്കാരം അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയെ അത് ബാധിക്കുന്നു. എത്രയോ മുന്നോട്ട് പോയിരുന്ന 14 ചെയ്യേണ്ട ഒരു ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഈ താങ്കളുടെ ഈ ചോദ്യം പ്രസക്തമാവുന്നത്. അതെ, ഇത് ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇത് 2014 തെരഞ്ഞെടുപ്പിൽ ഈ ഏകോപനം ഉണ്ടായില്ല. ഇല്ല. അതിന് ഉത്തരവാദികളായ ആളുകൾ എല്ലാവരും, അതിപ്പോൾ A ആയാലും B ആയാലും. അന്ന് കോൺഗ്രസിനെ എതിർക്കുക ചെയ്തെല്ലാവരും. ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് തെറ്റിയത് 14-ലാണ്. നമ്മൾ ഗോൾ കീപ്പർ ഇല്ലാത്ത ഒരു ഗോൾ വലയത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ മാറ്റി. അന്ന് സ്വാഭാവികമായും കുട്ടികൾ ബോൾ അടിക്കുന്ന പോലെ അടിക്കാൻ കഴിഞ്ഞു. 14-ലാണ് നമുക്ക് അബദ്ധം പറ്റിയത്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട SDPI പോലുള്ള ചില സംഘടനകൾ അതിശക്തമായ രീതിയിലേക്ക് വരുന്നു. ഇന്ന് തന്നെ കളമശ്ശേരിയിൽ വലിയ റാലി നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ വളർച്ചയെ അത് ബാധിക്കില്ല. ചില വിഷയങ്ങളിൽ ജനങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ മനസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ചെയ്തത് അത് പരമാവധി ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പൊന്നാനിയിൽ എല്ലാ കാലത്തും പൊന്നാനിയിൽ LDF ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും. ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് പഴയ ലീഗ് താങ്കളുടെ തന്നെ സഹപ്രവർത്തനായിരുന്ന ഹംസയാണ്. എന്താണ് ഇത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയെ വിലയിരുത്തുന്നത്? നമ്മൾ അത്തരം ചർച്ചകളിലേക്ക് പോകണ്ട. അതായത് CPM എപ്പോഴും നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ സീറ്റുകളിൽ ഒരു മാർക്സിസ്റ്റുകാരൻ നിർത്താനുള്ള കെൽപ്പില്ല എന്നുള്ളത്, അതിനുള്ള ഒരു രാഷ്ട്രീയ ഭദ്രത നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ രീതിയിലല്ല ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഒരു ജനകീയ അടിത്തറയുണ്ട്. ആ ജനകീയ അടിത്തറയുടെ അടിത്തറയെന്ന് പറയുന്നത് ഞങ്ങളുടെ UDF. ഞങ്ങൾ അവിടെ മലബാറിലെ കോൺഗ്രസ്സുകാരും ഞങ്ങളുടെ പാർട്ടിക്കാരും വളരെ ഒന്നിച്ചാൽ പോകും. ഇങ്ങനെ UDF-ലെ അതായത് കോൺഗ്രസ് ഒന്നും ലീഗ് എന്നൊക്കെ അടർത്തിയെടുത്ത ആളുകൾ ഇപ്പോഴും MLA ആയും മന്ത്രിമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നുള്ളതാണ്. ഇപ്പം KT ജലീലായാലും ശരി, അബ്ദുറഹിമാൻ ആയാലും ശരി, നിലമ്പൂർ MLA ആയാലും ശരി, ഇത്തരം ആളുകളെയൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ കൊണ്ടുവന്ന് വലിയ രീതിയിലൊക്കെ പ്രതിഷ്ഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ ഒരാൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥ വരാം. അത് അങ്ങനെ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ഈ മുന്നണി സംവിധാനം ഉള്ളതുകൊണ്ട് കേരളത്തിൽ എളുപ്പമാണ്. എന്നാലും അതൊരു വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ ഗണനീയമായ എന്തെങ്കിലും മാറ്റം അതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. വ്യക്തികൾക്ക് ലാഭമുണ്ട്, അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാമെങ്കിലും നമ്മുടെ പൊതുജീവിതത്തെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഈ CPM-ആയിട്ടുള്ള ചില ബന്ധത്തിൻ്റെ പേരിൽ ലീഗിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഒരു തർക്കമില്ല. ഞങ്ങൾക്ക് എല്ലാ പാർട്ടികളുമായി നല്ല ബന്ധമാണ്. ആരുമായും ഞങ്ങളങ്ങനെ പിണങ്ങാൻ പോകാറില്ല. പക്ഷേ ഞങ്ങൾ UDF ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇത് 52-ാമത്തെയോ 53-ാമത്തെയോ വർഷമാണ് ഞങ്ങളുടെ മുന്നണി. ഇത് കരുണാകരനും ബാഫകൃതങ്ങളും ഉണ്ടാക്കിയ മുന്നണി. ഈ 2 നേതാക്കൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. 2 തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് വലിയ പങ്കുവച്ച 2 ആളുകൾ. അവരുണ്ടാക്കിയൊരു മുന്നണിയാണ്. 5 പതിറ്റാണ്ട് കഴിഞ്ഞു. അത് അപങ്കുരം തുടരും. മതിയായ കാരണങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ ഇടക്കിടക്ക് LDF പറയുന്നുണ്ട് വാതിൽ തുറന്നു വെച്ചേക്കാന്ന് പറയുന്നത്. ആനം തെറ്റി കയറിയാൽ അത് അവരുടെ വിശാലത കരുതിയാൽ മതി. അവരുടെ ഹൃദയ വിശാലത. താങ്കള് ചന്ദ്രിക ദിനപത്രത്തിന്റെ റിസർച്ച് എഡിറ്ററായിരുന്നു, ഒരു മാസികയുടെ എഡിറ്ററായിരുന്നു. ആ രംഗത്തില് എഴുത്തിന്റെ രംഗത്ത് എങ്ങനെയാണ്? ഇപ്പോഴും ഉണ്ട്. എഴുത്തിൽ കുറവൊന്നും വന്നിട്ടില്ല. ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ അത് പുസ്തക രൂപത്തിലാക്കണം. അതിനുള്ള ശ്രമത്തിലാണ്. ഈ ജീവിതാനുഭവങ്ങൾ എല്ലാം എഴുതി വെക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം നമുക്ക് അന്തർദേശീയ രാഷ്ട്രീയമുണ്ട്, ദേശീയ രാഷ്ട്രീയം.
നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് നേതാക്കൾ, വിസ്മൃതരായ നേതാക്കൾ, അവരെയൊക്കെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം രംഗത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആകെയുള്ളത് എന്താ വെച്ചാൽ ഈ അലക്കൊഴിഞ്ഞ് നേരമില്ലെന്ന് പറഞ്ഞ പോലെ പിന്നെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് എഴുതാൻ കഴിയുന്നില്ല. എന്തെങ്കിലും എഴുതണം. ഇപ്പം ലീഗിന്റെ സംസ്ഥാന നേതാവാണ്. അത്തരത്തിലുള്ളൊരു സജീവ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണാത്തത് പോലെയുണ്ട്. ഞാൻ വളരെ സജീവമാണ്. ആകെ ഉള്ളത് പണ്ട് ചൂസി ആയിരുന്നില്ല, ഇപ്പൊ ചൂസി ആയി, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാ ജില്ലാ തലത്തിലുള്ള എല്ലാ പരിപാടികളും, ക്ഷണിക്കപ്പെടുന്ന എല്ലാ പരിപാടികളും പോവാം. ഓക്കെ, ഇത്രയും തിരക്കിടെ നമ്മളെ സഹകരിച്ചു. ഓക്കെ, താങ്ക് യു, സന്തോഷം.